ഹലോ കൂട്ടുകാരെ, ഇന്ന് നമുക്ക് ഒരു അടിപൊളി പാൽക്കപ്പയുടെ റെസിപ്പി നോക്കിയാലോ. വളരെ എളുപ്പത്തിലും അതുപോലെ തന്നെ വളരെ ടേസ്റ്റിയുമായിട്ടുള്ള ഒരു അടിപൊളി പാൽക്കപ്പയുടെ റെസിപ്പി. എന്നാൽ നമുക്ക് ഈ സ്പെഷ്യൽ ആയിട്ടുള്ള പാൽക്കപ്പ എങ്ങനെ തയ്യാറാക്കി എടുക്കാമെന്ന് നോക്കാം. എന്റെ എല്ലാ കൂട്ടുകാർക്കും ഫുഡി വേവ് കിച്ചന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോ നമ്മുടെ ഈ പാൽക്കപ്പ തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോ ഞാൻ 1 കിലോ കപ്പ നല്ല പോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒരു മീഡിയം സൈസ് വലിപ്പത്തിൽ കട്ട് ചെയ്തെടുത്താൽ മതിട്ടാ. ഇനി നമുക്ക് ഈ കപ്പ നല്ല പോലെ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം ഞാനൊന്ന് ചൂടാക്കാനായി വെച്ചിട്ടുണ്ട്. വെള്ളം നല്ല പോലെ ഒന്ന് ചൂടായി കഴിയുമ്പോൾ ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കപ്പ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞങ്ങളുടെ നാട്ടിൽ ഇതിനെ കൊള്ളിക്കിഴങ്ങെന്നും കൂടെ പറയൂട്ടാ. അതുകൊണ്ട് ഇടക്ക് ഞാൻ കൊള്ളി എന്നായിരിക്കും പറയുന്നത്. നമ്മുടെ ഈ കൊള്ളി നല്ല പോലെ ഒന്ന് വെന്ത് കിട്ടണോട്ടാ. അതുകൊണ്ട് വേണമെന്നുണ്ടെങ്കിൽ കുക്കറിൽ വേവിച്ചെടുത്താലും മതിട്ടാ. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർക്കുമ്പോഴേ ഈ കൊള്ളി വേവിക്കുന്ന സമയത്ത് തന്നെ ചേർക്കണം. എന്നാലേ കൊള്ളിയിലോട്ട് നല്ല പോലെ ഉപ്പ് പിടിച്ച് കിട്ടുള്ളൂ. ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഇതൊന്ന് ഇളക്കി കൊടുക്കാട്ടാ. ഇനി ഇതൊന്ന് നല്ല പോലെ ഒന്ന് തിളച്ച് നന്നായിട്ടൊന്ന് വെന്ത് വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോ നമ്മുടെ കപ്പൊക്കെ നല്ല പോലെ ഒന്ന് തിളച്ച് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം ഇതിലെ കംപ്ലീറ്റ് വെള്ളം കളഞ്ഞിട്ട് ഇത് മറ്റൊരു കടായിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 4 ചെറിയുള്ളി ചതച്ചെടുത്തതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നന്നായിട്ടൊന്ന് ചതച്ചെടുത്തത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് പച്ചമുളകാണ്. അപ്പോ നമ്മുടെ എരിവിനനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കാട്ടാ. ഞാനിപ്പോ ഒരു 3 പച്ചമുളകാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇത്രയും ചേർത്ത് കൊടുത്ത ശേഷം ഇനി നമുക്ക് ഇതിലേക്ക് മെയിൻ ആയിട്ട് വേണ്ടത് തേങ്ങാപ്പാലാണ്. അപ്പൊ ഒരു 3 കപ്പ് തേങ്ങാപ്പാല് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. തേങ്ങാപ്പാല് ചേർത്ത് കൊടുക്കുമ്പോഴേ 1-ാം പാല് 2-ാം പാല് അങ്ങനെ സെപ്പറേറ്റ് ആക്കേണ്ടതില്ല, ഒരുമിച്ച് ചേർത്ത് കൊടുത്താൽ മതിട്ടാ. തേങ്ങാപ്പാലും ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഇതൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാട്ടാ. ഇനി ഈ കൊള്ളി തേങ്ങാപ്പാലി കിടന്ന് നല്ല പോലെ ഒന്ന് വെന്ത് ഉടഞ്ഞു കിട്ടുന്നത് വരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കണോട്ടാ. ഭയങ്കരമായിട്ട് ഉടഞ്ഞു കുഴഞ്ഞൊന്നും പോണ്ട, ചെറുതായിട്ടൊന്ന് കടിക്കാൻ കിടന്നോട്ടെ. ഇപ്പോ നമ്മുടെ കൊള്ളിയൊക്കെ നല്ല പോലെ ഒന്ന് തിളച്ച് നന്നായിട്ടൊന്ന് ഈ തേങ്ങാപ്പാലി കിടന്ന് വെന്ത് കുഴഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ കൊള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വെന്തുടഞ്ഞു കിട്ടിക്കഴിഞ്ഞാൽ ഈ സമയം നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോഴേ ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടാ. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു 1/2 കപ്പ് തേങ്ങാപ്പാലാണ്. അപ്പൊ അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. തേങ്ങാപ്പാലും ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഇതൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാട്ടാ. തേങ്ങാപ്പാല് ചേർത്ത് കൊടുത്ത ശേഷം ഒരുപാട് നേരിട്ട് തിളപ്പിക്കണ്ടട്ടാ. ഏകദേശം ഒരു 2 മിനിറ്റ് മാത്രം തിളപ്പിച്ചാൽ മതിട്ടാ. അപ്പോ ഇത്രയും ആയി കഴിഞ്ഞാൽ നമ്മുടെ പാൽക്കപ്പ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒന്ന് താളിച്ചൊഴിക്കണം. താളിക്കാൻ വേണ്ടിയിട്ട് മറ്റൊരു കടായി അടുപ്പത്ത് വെച്ച് നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവില് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് ചെറിയുള്ളി അരിഞ്ഞെടുത്തത് ചേർത്ത് കൊടുക്കാം. ചെറിയുള്ളിയും ചേർത്ത് കൊടുത്ത ശേഷം നല്ല പോലെ ഇതൊന്ന് ഇളക്കി വഴറ്റി കൊടുക്കാട്ടാ. ഈ ഉള്ളിയുടെ കളറൊക്കെ ഒന്ന് മാറി ഒരു ഗോൾഡൻ കളറാവുന്നത് വരെ ഇളക്കി കൊടുക്കണോട്ടാ. ഇപ്പോ നമ്മുടെ ഉള്ളിയുടെ കളറൊക്കെ ഒന്ന് മാറി ഒരു ഗോൾഡൻ കളറായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 3 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാട്ടാ. ഇനി നമുക്ക് ഇതൊന്ന് 1 മിനിറ്റ് നേരം ഒന്ന് ഇളക്കി കൊടുക്കാട്ടാ. ഇപ്പോ നമ്മുടെ താളിപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് നേരെ നമ്മുടെ പാൽക്കപ്പയിലേക്ക് ചേർത്ത് കൊടുക്കാം. താളിച്ചതും ഒഴിച്ചു കൊടുത്തിട്ട് നല്ല പോലെ ഇതൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാട്ടാ. അപ്പോ ഇത്രയും ആയി കഴിഞ്ഞാൽ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള പാൽക്കപ്പ റെഡി ആയിട്ടുണ്ട്. ഒരു അടിപൊളി മീൻ കറിയോ അല്ലെങ്കിൽ ഒരു ബീഫ് കറിയോ ഉണ്ടെങ്കിൽ അതിന്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു പാൽക്കപ്പയുടെ റെസിപ്പിയാണ് ഇത്. അപ്പോ എന്റെ എല്ലാ കൂട്ടുകാരും ഇതുപോലെ പാൽക്കപ്പ ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി അറിയിക്കണം. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ.